നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചൈനയിൽ 17 മരണത്തിനിടയാക്കിയ കൊറോണ വൈറസ് സൗദിയിലും സ്ഥിരീകരിക്കുകയുണ്ടായി. സൗദിയിൽ ഫിലിപ്പീൻസ് യുവതിയെ പരിചരിച്ച മലയാളി നേഴ്സിനാണ് സ്ഥിരീകരിച്ചതായുള്ള വാർത്ത പുറത്തേക്ക് വന്നത്. അതോടൊപ്പം തന്നെ ഇതിനോടകം 30 പേരെ നിരീക്ഷണത്തിലും വച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ പ്രവാസ ലോകം ഏറെ ആശങ്കയിലാണ്. എന്നാൽ കൊറോണ വൈറസ് ലോകമെമ്പാടും ഭീതി പരത്തുന്ന സാഹചര്യത്തിൽ UAE-യിൽ ഭീതി വേണ്ടെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. അത്യാവശ്യ ഘട്ടങ്ങളെയും പൊതുജനാരോഗ്യത്തിന് ഭീഷണിയുണ്ടാകുന്ന സാഹചര്യങ്ങളെയും നേരിടാൻ ഫലപ്രദമായ സംവിധാനങ്ങൾ രാജ്യത്തുണ്ടെന്ന് നാഷണൽ കമ്മിറ്റി ഫോർ ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസ് ആൻഡ് കൺട്രോൾ ഓഫ് പാരാമെഡിക്സ് അറിയിക്കുകയുണ്ടായി. ലോകാരോഗ്യ സംഘടനയുമായി കാര്യത്തിൽ നിരന്തര സമ്പർക്കം പുലർത്തുന്നുണ്ട്. UAE-യിലെ ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻ കമ്മിറ്റി ബുധനാഴ്ച വിളിച്ചു ചേർത്ത യോഗത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളും മറ്റ് ഏജൻസികളും പങ്കെടുക്കുകയുണ്ടായി. ദുബായ് ഹെൽത്ത് അതോറിറ്റി, അബുദാബി ആരോഗ്യ മന്ത്രാലയം, നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ജനറൽ അതോറിറ്റി ഓഫ് പോർട്സ്, ബോർഡർ ആൻഡ് ഫ്രീ സോൺ സെക്യൂരിറ്റി, UAE എയർപോർട്ട്സ് തുടങ്ങിയവയുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയുണ്ടായി. ഇതുവരെ സ്വീകരിച്ച നടപടികൾ കൊറോണ വൈറസിൽ നിന്ന് രാജ്യത്തെ പ്രതിരോധിക്കാൻ പര്യാപ്തമാണ്. മറ്റ് രോഗങ്ങളെ അപേക്ഷിച്ച് ലോകമെമ്പാടും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ പരിമിതമായ അളവിൽ മാത്രമാണ് മറ്റുള്ളവരിലേക്ക് പകർന്നിട്ടുള്ളത്. കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് അധികൃതർ പറയുകയുണ്ടായി. രാജ്യത്ത് ഒരു തരത്തിലും ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ രാജ്യത്തേക്ക് കടക്കാനുള്ള എല്ലാ പോയിന്റുകളിലും ഏർപ്പെടുത്തിയിട്ടുള്ള സജ്ജീകരണങ്ങൾ യോഗം വിലയിരുത്തുകയുണ്ടായി. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനായി വിവിധ ഭാഷകളിലുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യുമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.